കെ സുധാകരൻ ഇനി വേണ്ട. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ പടയൊരുക്കവുമായി ഗ്രൂപ്പുകൾ രംഗത്ത്. KPCC അധ്യക്ഷൻ കെ സുധാകരനെതിരെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പുകളുടെ പടയൊരുക്കം ആരംഭിച്ചു. അധ്യക്ഷ സ്ഥാനത്ത് നിന്നും സുധാകരനെ മാറ്റണമെന്ന അഭിപ്രായത്തിൽ വിവിധ ഗ്രൂപ്പുകളും പ്രതിപക്ഷ നേതാവിനൊപ്പം നിൽക്കുന്നവരും ഒറ്റക്കെട്ടാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് ആക്ടിംഗ് പ്രസിഡന്റായി MM ഹസനെ നിയമിച്ച് സുധാകരനെ ഒരു പരിധിവരെ മാറ്റി നിർത്താൻ മറ്റു ഗ്രൂപ്പുകൾക്ക് കഴിഞ്ഞിരുന്നു. സുധാകരന് തിരികെ പദവി കൊടുക്കാതെ ഹസനെ തന്നെ പരമാവധി കസേരയിൽ ഇരുത്താനായിരുന്നു ഗ്രൂപ്പുകളുടെ നീക്കം. എന്നാൽ ഹൈക്കമാൻഡിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തി കെ സുധാകരൻ കസേര തിരികെ പിടിക്കുകയായിരുന്നു. കടുത്ത തീരുമാനങ്ങൾ എടുക്കണമെന്നുള്ള ഭീഷണിക്ക് മുൻപിൽ കേന്ദ്ര നേതൃത്വം വഴങ്ങുകയായിരുന്നു. അധ്യക്ഷ സ്ഥാനത്തേക്ക് സുധാകരൻ തിരികെ വന്നെങ്കിലും അദ്ദേഹത്തെ മാറ്റണമെന്ന അഭിപ്രായത്തിൽ മറ്റുള്ളവർ ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. രാഷ്ട്രീയ നിലപാട് പറയേണ്ട വേളയിൽ അത് ചെയ്യാതെ വിവാദമുണ്ടാക്കി സംഘടനാ തലത്തിൽ പാർട്ടിയെ ശക്തിപ്പെടുത്താൻ സുധാകരന് കഴിഞ്ഞിട്ടില്ല. പ്രവർത്തകരെ പാർട്ടിയിൽ നിന്നും അകറ്റി തുടങ്ങിയ ആരോപണങ്ങളും എതിരാളികൾ സുധാകരനെതിരെ ഉന്നയിക്കുന്നുണ്ട്. മറുവശത്ത് സുധാകര പക്ഷവും കരുതിക്കൂട്ടി തന്നെയാണ് കളിക്കുന്നത്. 20-ൽ 20 നേടുമെന്ന് പറയുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ തന്നെ അത്രയും പ്രതീക്ഷയില്ല. മാത്രവുമല്ല, നിലവിലെ 19 സീറ്റിൽ നിന്നും താഴേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. 14 കിട്ടിയാൽ ഭാഗ്യമെന്നാണ് ചില നേതാക്കൾ അടക്കം പറയുന്നത്. അങ്ങനെയുള്ള ഫലമാണ് വരുന്നതെങ്കിൽ ഭരണവിരുദ്ധ വികാരത്തെ അനുകൂലമാക്കി മാറ്റാൻ കഴിയാതിരുന്നത് പ്രതിപക്ഷ നേതാവിന്റെ പരാജയമാണെന്ന ആരോപണമായിരിക്കും സുധാകര പക്ഷം ഉന്നയിക്കാൻ പോകുന്നത്. KPCC മുൻ സെക്രട്ടറി MA ലത്തീഫിനെ തിരിച്ചെടുത്ത MM ഹസന്റെ നടപടി സുധാകരൻ റദ്ദാക്കിയത് അടക്കമുള്ള വിഷയങ്ങളാണ് A ഗ്രൂപ്പിനെ ചൊടിപ്പിച്ചതിൽ പ്രധാനം. ലത്തീഫിന്റെ സസ്പെൻഷൻ പിൻവലിച്ച നടപടി റദ്ദാക്കിയത് ഹസനെ അപമാനിക്കാനാണെന്നാണ് A ഗ്രൂപ്പ് ആരോപിക്കുന്നത്. ചിറയൻകീഴ് നിയോജക മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരിൽ വിഭാഗീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തത് ലത്തീഫ് ആണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിനു ശേഷം കോൺഗ്രസ് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കും. KPCC DCC തലത്തിൽ വലിയ രീതിയിൽ തന്നെ പൊളിച്ചെഴുത്തുണ്ടാകും. പുനഃസംഘടനയിൽ പുതുമുഖങ്ങൾക്കും യുവാക്കൾക്കും സ്ത്രീകൾക്കും പരിഗണന നൽകിയേക്കും. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രവർത്തനമാകും പുനഃസംഘടനയിൽ പരിഗണിക്കുക. പ്രവർത്തനം മോശമായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരെ മാറ്റുകയും ചെയ്തേക്കും. എന്തായാലും ലോക്സഭാ ഇലക്ഷൻ ഫലപ്രഖ്യാപനത്തിന് ശേഷം കോൺഗ്രസ് അഭിമുഖീകരിക്കാൻ പോകുന്നത് വമ്പൻ വെല്ലുവിളികളെയാണ്.